ആണം കിടത്താനായിട്ട് എന്തൊരു പറഞ്ഞിരിക്കുന്നു. ചേട്ടന് മുമ്പ് എന്തോ പറഞ്ഞു എന്താ പറഞ്ഞു? ഞാൻ ശരിയാക്കി തന്നപ്പോ ചേട്ടൻ പറഞ്ഞു എനിക്കറിയാം നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ട. ഞാനത് മുകേഷിനെ വിളിച്ച് ചോദിച്ചത്. അന്നേരം അവനാ പറഞ്ഞത് ചാർജറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനാ ഞാൻ ശ്രീത്തിന്റെ അടുത്ത് പോയി ചാർജർ മേടിക്കാന്ന് പറഞ്ഞു വന്നതാ. അന്നേരം ആ എഴുതി കാണിച്ചു അതിനകത്ത് ഡസ്റ്റിന്റെ എന്തോ വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇന്നാളും എനിക്ക് ഇതോട്ട് വന്നതാ. ഡസ്റ്റിന്റെ അല്ലാന്നല്ല മോയിസ്റ്റിന്റെ അല്ലായിരുന്നു. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ ചേട്ടൻ എന്തുകൊണ്ടാണ് ഡസ്റ്റ് എന്നും പറഞ്ഞു അതിൽ കിടന്നത്. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു ഞാൻ ഡസ്റ്റ് ഡസ്റ്റിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാനത് കുത്തിയിട്ടപ്പോ ചേട്ടാ ഇത് മോയിസ്റ്റിന്റെ ഞാനല്ലേ വായിച്ചത്. എന്റെ എന്തൊരു കൊണ്ട് തന്നു. എനിക്കൊരു ഡൗട്ട്, നീ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച വലിയ വ്യക്തി. നിങ്ങൾ മലയാളം മീഡിയം വേണ്ട അറിയത്തില്ലായിരിക്കും. ഒരു മനുഷ്യന് ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോ അവരെ ഒന്ന് ഒരു ഗ്രേറ്റ് ചെയ്യാൻ ഒരു മനസ്സ്. ചേച്ചിയുടെ സാധനം ഞാനിപ്പോ എന്തോ പറയണം? അങ്ങനെ ഒരു താങ്ക് യു ഇങ്ങനല്ല നീ കാരണം എനിക്ക് 1500 രൂപ ലാഭമായി. എങ്ങും പോയി ചാർജർ മേടിക്കേണ്ടി വന്നില്ല. താങ്ക് യു, ഒരുപാട് താങ്ക് യു. അങ്ങനല്ല മനസ്സറിഞ്ഞിട്ട് ഓ നീ ഉള്ളോണ്ടടി അങ്ങനെ പറയണം. ഇതെന്താ കാണിച്ചു? കൊച്ചിന് പുസ്തകം പൊതിയാനുള്ള സാധനം സൂക്ഷിച്ചു. നീ ഉള്ളോണ്ട് എനിക്ക് 1500 രൂപ ലാഭിച്ചു പോരെ. പിന്നെ എന്റെ കാശ് അന്ന പിന്നെ 120 രൂപ ഞാൻ കട കൊണ്ട് നല്ലോണം വൃത്തിയാക്കിയത്. ഇതിന് നീ ചൂടാക്കി നശിക്കും. ഇപ്പൊ എന്റെ അല്ലേ ഫോൺ റെഡിയാക്കി കൊടുത്തപ്പോ എന്റെ തലയില് അത്ര മുമ്പ് എന്റെ വെല്ലിച്ച 2000 രൂപയാവും വെല്ലിച്ച ശരിയാക്കി തരണെന്ന് പറഞ്ഞു വെല്ലിച്ചോട്. അപ്പൊ ഞാൻ ഒരു പൈസ ചെലവില്ല ശരിയാക്കി തന്നപ്പോ നമ്മള് വേസ്റ്റ്. ഭാര്യമാര് എന്ത് ചെയ്താലും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങൾ ഈഗോ കോംപ്ലക്സ്